السلام عليكم ورحمة الله وبركاته. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിട്ടിയതു മീൻ, പോയതു കൈ. ഒരു ഇസ്രായേൽക്കാരൻ കടന്നു ചെന്നു. ഒരു കൈയില്ലാത്തവൻ വിളിച്ചു പറയുന്നു, എന്നെ കണ്ടവരാരും ജീവിതത്തിൽ ഒരക്രമവും ചെയ്യരുതേ. എന്താണിതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു പോലീസുകാരനായിരുന്നു. ഒരു നാൾ ഈ കടപ്പുറത്ത് വന്നപ്പോൾ ഒരാൾ ഒരു വലിയ മീൻ വിൽക്കാൻ വെച്ചത് കണ്ടു. അതെനിക്ക് വെറുതെ തരണമെന്ന് പറഞ്ഞു, തന്നില്ല. വിലക്ക് ചോദിച്ചിട്ടും തന്നില്ല. ഞാൻ എന്റെ ലാത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ തലക്ക് 2 അടി കൊടുത്തു. പിന്നെ മീനെടുത്തു ഞാൻ പോന്നു. പോരുമ്പോൾ മത്സ്യത്തിന്റെ വായിൽ എന്റെ വിരൽ കുടുങ്ങി. വേദനിച്ചു. ഞാനത് എറിഞ്ഞു, പക്ഷേ വിട്ടില്ല. എന്റെ വിരൽ അതിന്റെ വായിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. ഒരു തരത്തിൽ വീട്ടിലെത്തി. വീട്ടുകാർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണത് വേർപ്പെടുത്തിയത്. വിരലിൽ മുറിവ് പറ്റി. ഒരു തരത്തിൽ വീട്ടിലെത്തി. വീട്ടുകാർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണത് വേർപ്പെടുത്തിയത്. വിരലിൽ മുറിവ് പറ്റി. അത് പഴുത്ത് ചീഞ്ഞു. വൈദ്യനെ കാണിച്ചു, ചികിത്സിച്ചു. ഒടുവിൽ ഭേദമില്ലാതെ വിരൽ മുറിക്കേണ്ടി വന്നു. വേദന കൈപ്പത്തിയിലേക്ക് കയറി. കൈപ്പത്തിയും മുറിക്കേണ്ടി വന്നു. പിന്നെ വേദന കൈമുട്ടിലേക്ക് കയറി. കൈമുട്ട് മുറിക്കേണ്ടി വന്നു. വേദന തോളിൽ കയറിയപ്പോൾ കൈ മുഴുവൻ മുറിച്ചു മാറ്റി. വേദന നിന്നില്ല. ദേഹം മുഴുവൻ വേദന. സ്നേഹിതന്മാരോട് ഞാൻ ആ മത്സ്യത്തിന്റെ കഥ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നീ ആദ്യമേ അയാളെ കണ്ടു മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ ഞാൻ അയാളെ തേടി പിടിച്ചു. കാലിൽ വീണു കെട്ടിപ്പിടിച്ചു. അയാൾ കഥയറിയാതെ മിഴിച്ചു നിന്നു. ഞാൻ സംഭവം വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം എനിക്ക് മാപ്പു തന്നു. ഞാൻ ചോദിച്ചു, താങ്കൾ എനിക്കെതിരെ പ്രാർത്ഥിച്ചിരുന്നുവോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. തമ്പുരാനെ, ഞാൻ ദുർബലനും അയാൾ ബലവാനുമായതുകൊണ്ടാണല്ലോ എനിക്കിത് സഹിക്കേണ്ടി വന്നത്. അതിനാൽ നിന്റെ ബലം അയാളിലൂടെ എനിക്ക് നീ കാണിച്ചു തരണമേ. ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, സഹോദരാ, ഇപ്പോഴിതാ അല്ലാഹു അവന്റെ ബലം എന്നിലൂടെ താങ്കൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഞാനാകട്ടെ അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞു. എന്റെ വേദനകളെല്ലാം അസ്തമിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, ആരുടെയും ശാപം കൈപ്പറ്റരുത്. ആരുടെയും പ്രാർത്ഥന, എതിരായുള്ള പ്രാർത്ഥന നാം ആരും ചോദിച്ചു വാങ്ങരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.